എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണേ, ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ്. മലമ്പുഴ കുടുംബാരോഗ്യത്തിനുള്ളത്. അപ്പോൾ ആ ഇരിക്കുന്നൊരു മനുഷ്യനുണ്ടല്ലോ, ജയപ്രസാദ് ഡോക്ടർ എന്ന പേര്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങൾക്കൊപ്പം തന്നെ പുതിയ ഭരണസമിതി കയറിയപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന ഞങ്ങളുടെ മെഡിക്കൽ ഓഫീസറാണ് ജനകീയനായ ഡോക്ടർ. സാറെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ഞങ്ങൾ ഈ മലമ്പുഴ വരുന്ന സമയത്ത് ഞാനും രമേശ് ഏട്ടനൊക്കെ പുള്ളിയെ പോയി കാണാറുണ്ട്. പിന്നെ സാറ് മോളോടെ കുശലം പറഞ്ഞ് നേരെ ഞങ്ങൾ ശശിയേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് നല്ല ആട്ടിൻ്റെ ബോട്ടിയും അതേപോലെ ചോറും കഴിച്ചു. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഭക്ഷണം. എല്ലാ സമയത്തും ഞങ്ങൾ വരുമ്പോൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കാറ്. ജനകീയ ഹോട്ടൽ ശശിയേട്ടൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ്, നല്ല തിരക്കുണ്ടാവും. അങ്ങനെ ഞങ്ങൾ നേരെ പഞ്ചായത്തേക്ക് തിരിച്ചു വരും. ജസ്റ്റ് ഒന്ന് മലമ്പുഴ കറങ്ങാൻ വേണ്ടി പോയതാണ്. അത് ആകസ്മികമായി കണ്ടതാണ് കേട്ടോ നമ്മുടെ ശ്രുതി മെമ്പറെ. ശ്രുതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ആ വഴിക്ക് വന്നിട്ടില്ല. പിന്നെ ജാസ്മിനും. അങ്ങനെ ജാസ്മിൻ പിണ്ണതൈലം വാങ്ങാൻ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിണ്ണതൈലം വാങ്ങിയിട്ട് ഒലോക്കോട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ശ്രുതിയോട് കുശലം ചോദിച്ചു, അന്ന് ജയിച്ചിട്ട് പോയതാണ് നീ, പിന്നെ വന്നിട്ടില്ല എന്ന്. മോളൊക്കെ വലുതായല്ലോ എന്ന്. നല്ല സുന്ദരിയായിട്ടൊരു മോളുണ്ട്. അപ്പോൾ അവളോട് കുറേ നേരം കുശലമൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരാണെന്നൊക്കെ പറഞ്ഞിട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പഞ്ചായത്തിലേക്ക്. പഞ്ചായത്ത് ശൂന്യമായിരിക്കുകയാണ്. മറ്റൊരു ഇലക്ഷൻ അഭിമുഖീകരിക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഇത് ജനസേവനത് ദിവ്യചേച്ചിയാണ്. ഇപ്രാവശ്യം സീറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, അതും LDF-ൽ. എന്തായാലും മത്സരം ജയിക്കട്ടെ, വിജയാശംസകൾ. അങ്ങനെ വന്ന പാവം നമ്മുടെ പ്രസിഡന്റ് 5 വർഷം കഴിഞ്ഞ് ഇനി ഉണ്ണിയപ്പം കഴിച്ച് വീട്ടിൽ പോകാന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം ഷെയർ ചെയ്ത് കഴിക്കണം കേട്ടോ. പിണ്ണതൈലം വാങ്ങിയിട്ട് വന്ന ജാസ്മിനും ഉണ്ണിയപ്പമായിട്ട് വന്നു. രമേശേട്ടൻ ആകെ ടയേർഡായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ണിയപ്പം എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് നേരെ മുകളിലേക്ക് സ്റ്റാഫുകളെ കാണാൻ പോയി. എന്തായാലും അവസാനത്തെ കാലഘട്ടമല്ലേ, എല്ലാവരെയും കണ്ടിട്ട് കുറച്ച് നേരം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നത്. മായുണ്ട്, അതേപോലെ ഐശുണ്ട്, പിന്നെ കുറച്ച് സ്റ്റാഫുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ തമാശകളും കുസൃതികളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് ആളെ നിരാശനായി ഒരാൾ ഇരിക്കുന്നു. എന്തായാലും ഇപ്രാവശ്യം സീറ്റില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആളെ വളരെ നിരാശനാണ്. അങ്ങനെ ഞങ്ങൾ നേരെ ഞാനും തയ്യർ മെമ്പറും രമേശേട്ടനും കൂടെ ചായ കുടിക്കാൻ ഇറങ്ങി. എന്തായാലും അവസാനത്തെ ഒരു ചായ കുടിയാണ്. നിഷ്പക്ഷമായ നിലപാട് ഇപ്പോൾ പറ്റത്തുള്ളൂ. കാരണം ഇനിയിപ്പോൾ വോട്ട് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അവരുടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കും. അപ്പോൾ ബൈ, സി യു.